Hey everyone, it's me Rahul. Welcome to my FX Medu channel. സോ നമുക്ക് വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോകാം. ആൻഡ് ലാസ്റ്റ് വീക്കിൽ എന്താണ് മാർക്കറ്റിൽ നടന്നത്, ആൻഡ് വേൾഡ് മാർക്കറ്റിൽ ലാസ്റ്റ് വീക്ക് എങ്ങനെയായിരുന്നു വേൾഡ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്, ആൻഡ് അവർ വീക്ക് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒരു ക്വിക്ക് അനാലിസിസിലോട്ട് പോയിട്ട് നമുക്ക് നാളത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാനും നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ വേൾഡ് മാർക്കറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് നമ്മുടെ കൊറിയൻ മാർക്കറ്റ് ഇറ്റ് വാസ് റിയലി നെഗറ്റീവ്. ഒരു ഓൾ ടൈം ഹൈ നിന്ന് ഫുൾ നെഗറ്റീവ് ആയിരുന്നു മാർക്കറ്റ് കണ്ടിന്യൂസ്. ഒരു 480 പോയിൻറ്റ്സ് 6.12% കൊറിയൻ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഡാക്സ് ഓൾസോ ഡൗൺ ലാസ്റ്റ് വീക്ക്. ഓക്കെ, നമ്മുടെ ടൈപ്പ് ഓഫ് ഒരു സ്ട്രക്ചറാണ് ഇതിനകത്തുള്ളത്. യു കെ മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാളാണ്, അതായത് യു കെയുടെ ഇൻഡെക്സ് കണ്ടിന്യൂസ് ഫാളാണ്. ലാസ്റ്റ് 1 2 3 4 5 വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ഫാളാണ് യു കെയുടെ മാർക്കറ്റ്. ആൻഡ് ജപ്പാൻ്റെ മാർക്കറ്റും ലാസ്റ്റ് വീക്ക് വാസ് നെഗറ്റീവ്. ചൈനയുടെ മാർക്കറ്റും ലാസ്റ്റ് വീക്ക് വാസ് നെഗറ്റീവ്. ആൻഡ് നാസ്ഡാക്ക് ഒരു ഡോജി ഫോർമേഷനാണ്, ഓൾ ടൈം ഹൈയിലാണ് നാസ്ഡാക്ക് യു എസിൻ്റെ ടെക്നിക്കൽ ഇൻഡെക്സ് ഉള്ളത്. ബട്ട് ഇറ്റ് വാസ് എ ഡോജി ഫോർമേഷൻ. ബൈയും ഉണ്ടായിരുന്നു, സെല്ലിങ്ങും ഉണ്ടായിരുന്നു. സോ ഇൻഡിസിഷൻ ആയിരുന്നു. S&P 500 സെയിം ലൈക്ക് ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ ഹാമർ ഫോർമേഷനാണ്. ഇതിനകത്തും ബൈയിങ്ങും നടന്നിരുന്നു, സെല്ലിങ്ങും നടന്നിരുന്നു. ആൻഡ് ഡോ ജോൺസ് ഇൻഡെക്സ് which is following us. ഓക്കെ, ഈ ഇൻഡെക്സും സെയിം ലാസ്റ്റ് കുറച്ച് വീക്കായിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും രണ്ടും നടക്കുന്നുണ്ട്. അപ്പ് ഡൗൺ ആണ്. ബട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ അത്രയും വീക്കല്ല. സോ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ US മാർക്കറ്റ് വെച്ച് നോക്കുകയാണ്, നമ്മുടെ ഏഷ്യൻ കൺട്രീസിലെ മാർക്കറ്റ് നെഗറ്റീവാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഏഷ്യൻ കൺട്രീസിലെ മാർക്കറ്റ് നെഗറ്റീവാണ്. ഓക്കെ, ഏഷ്യൻ കൺട്രീസിൽ നെഗറ്റീവാണ്. ബട്ട് യൂറോപ്യൻ ആൻഡ് നമ്മുടെ US പോവുകയാണെങ്കിൽ മാർക്കറ്റ് അത്രയും നെഗറ്റീവ് അല്ല അവരുടെ. ഓക്കെ, അതാണ് നമ്മുടെ ഡിഫറൻസ്. സോ നമുക്ക് നേരെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് വീക്കിലി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു 50-50 അല്ലേ, ഒരു 0.46 ആ ഒരു റേഞ്ചിലാണ് വീക്കിലി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് വീക്കിലിയിൽ ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. വീക്കിൻ്റെ ലാസ്റ്റ് ആയപ്പം മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് ക്ലോസ് ചെയ്തു, ഹൈ വരെ പോയിരുന്നു, തിരിച്ച് ക്ലോസ് ചെയ്തു. സോ ഇതിനകത്തൊരു 50-50 റേഞ്ചാണ് സെല്ലിങ്ങും ബൈയിങ്ങും നടന്നിട്ടുള്ളത് വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടോ. വീക്കിലിയിലെ സ്ട്രക്ചറാണ്. സോ അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഞാൻ ഡെയിലിയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ മന്ത്ലിയിൽ ഒന്ന് കാണിച്ചു തരാം. മന്ത്ലിയിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഒരു ബുൾ റൺ അല്ലെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീക്കിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു മദർ ബേബി ക്യാൻഡിൽ ലൈക്ക്. സോ ഈ മാർച്ച് മന്തിലെ ഈ ഒരു വലിയൊരു നെഗറ്റീവ് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഏപ്രിൽ നിന്നിട്ടുള്ളത് അല്ലേ. മാർച്ചിൻ്റെ ഉള്ളിലാണ് ഏപ്രിൽ നിന്നിട്ടുള്ളത്. നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ കാണാം, ഒരിക്കലും അങ്ങനെ മാർക്കറ്റ് ഒരു ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തില്ല. മാർക്കറ്റ് ഇങ്ങനെ ഒരു വലിയ ഒരു ബാറിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോയോ ഹൈയോ ബ്രേക്ക് ചെയ്ത് ആ ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും കേട്ടോ. ആ ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓൾവേസ് മാർക്കറ്റ് അങ്ങനെ ചെയ്യാറ്. മാർക്കറ്റ് ഒരിക്കലും സോ ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഇറ്റ് വാസ് ഇൻസൈഡ് ബാർ ആൻഡ് മാർക്കറ്റ് മൂവ് മോളോട്ട് ചെയ്തിരുന്നു. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഈസ് എ വെരി ക്രൂഷ്യൽ ക്യാൻഡിൽ ദിസ് മന്ത്. അതായത് മാർച്ച് മന്തിൻ്റെ ഹൈസ് ആൻഡ് ലോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലോസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ശ്രമിച്ചിരുന്നു. ബട്ട് അവിടെ നിന്ന് ഷാർപ്പ് ബൈങ് വന്ന് മുകളിലോട്ട് പോയി. ആൻഡ് ആ ഒരു പുഷ് ഏപ്രിൽ ആ ഒരു പുഷ് ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പണിൻ്റെ അടുത്ത് വരെ ചെന്നിരുന്നു. ബട്ട് അവിടെ നിന്ന് ഷാർപ്പ് നെഗറ്റീവാണ് ഉണ്ടായിട്ടുള്ളത്. സോ ദിസ് ലോസ് ആൻഡ് ഹൈ 24,661 അല്ലെങ്കിൽ ഈ ഹൈ എടുക്കാം നമുക്ക് 25,000. സോ 25,000 ഈസ് അവർ മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, 25,000 ഈസ് അവർ മേജർ റെസിസ്റ്റൻസ് ആൻഡ് 22,300 ഈസ് എ മേജർ സപ്പോർട്ട്. സോ ഈ ഒരു ലോ ആൻഡ് ഹൈയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾക്കൊരു ഐഡിയ വേണം, അതായത് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ വേണം മാർക്കറ്റ് എവിടെയാണ് മൂവ് ചെയ്യുന്നത്, ഏത് റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് 1-2 മാസമായിട്ട് നിൽക്കുന്നത്. സോ ഈ മാർച്ച് മന്തിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ ദിസ് എ സ്ട്രോങ്
സെല്ലിംഗ് ക്യാൻഡിൽ, അതായത് ദിസ് വാസ് എ സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ ആൻഡ് ഇത് എന്താണ് ഒരു ബിയറിഷ് ഹറാമിയാണ്. ഓക്കെ, ഒരു ബിയറിഷ് ഹറാമിയാണ്. ഓക്കെ, സോ ബിയറിഷ് ഹറാമി ക്യാൻഡിനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ ദിസ് ഇൻസൈഡ് ബാർ, ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഓൾസോ. ഓക്കെ, ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലുമാണ്. സോ നിങ്ങളതിനെക്കുറിച്ച് ഈ ലെവൽസ് നിങ്ങൾക്ക് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. സോ ഡേയിൽ ഞാൻ ലെവൽസൊക്കെ ഓൾറെഡി വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നാളെ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് നമുക്കറിയാം ഒരു ഷാർപ്പ് ബൈങ്ങിന് ശേഷം ഈ ഒരു 25,840 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് കഴിഞ്ഞിട്ടില്ല. അതായത് ലാസ്റ്റ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തു. തേഴ്സ്ഡേയുടെ വ്യാഴാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈക്വൽ ഹൈസ് ആണ് അല്ലേ, ഇതൊരു ഈക്വൽ ഹൈസ് ആണ്. ഈ ഒരു ഈക്വൽ ഹൈസ് എഴുതി വെക്കാം. ഈക്വൽ ഹൈസ്. സോ ഈ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അത് കഴിഞ്ഞ് മാർക്കറ്റിന് നേരെ ഷാർപ്പായിട്ട് ഫാൾ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെൻറ്റ്. സോ ആ FEG എടുത്ത് മാർക്കറ്റ് താഴോട്ട് വീണു. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മാർക്കറ്റ് താഴോട്ട് വീണു. സോ ഇതാണ് മാർക്കറ്റിൻ്റെ ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ നടന്ന ലാസ്റ്റ് ഡേയിൽ മാർക്കറ്റിൽ നടന്ന സിനാരിയോ. സോ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഏകദേശം 23,643 ആൻഡ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് 23,662 ആണ്. അപ്പം നമ്മൾ ഓപ്പണിംഗ് ആസ് പെർ ദിസ് റേഞ്ച് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണെങ്കിലും ലാസ്റ്റ് മാർക്കറ്റിൽ ഒരു പുഷ് മുകളിലോട്ട് വന്നിട്ട് മാർക്കറ്റ് ഒരു ലാസ്റ്റ് 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഒന്ന് മുകളിൽ കയറി ഒരു ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറി ഒരു 50 പോയിൻറ്റ്സ് മുകളിലോട്ട് കയറിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ട്രെൻഡ് ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഞാനൊരു റെഡ് കളർ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുള്ളത് 4 ഹവറിലാണ്. നിങ്ങൾക്ക് ഈ 4 ഹവറിൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ കിട്ടും. സോ ആ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ച് നിങ്ങളുടെ ചാർട്ടിൽ വെക്കുക. കാരണം അത് പ്രൈസുമായിട്ട് ഒരുപാട് ദൂരമില്ല. സോ പ്രൈസ് അവിടെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് റിജക്ഷൻ വരും. സോ മേക്ക് ദിസ് ട്രെൻഡ് ലൈൻ യുവർ ചാർട്ട്. ഓക്കെ, സോ ആ 2 ട്രെൻഡ് ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ താഴെ ഇതൊരു 1 hour FEG ആണ്, ഇതൊരു 50 minutes FEG ആണ്. സോ 1 hour FEG ഞാൻ കാണിച്ചു തരാം. 1 hour FEG ഞാൻ എടുത്തിട്ടുള്ളത് ദിസ് എ 1 hour FEG. ദിസ് എ 1 hour FEG വിത്ത് ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ. സോ ദിസ് ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 50 മിനിറ്റ്സിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് തൊട്ട് താഴെ. ദിസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ആ ഒരു ഗ്യാപ്പിൻ്റെ 50% ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ഓൾസോ മാർക്ക് ഇൻ യുവർ ചാർട്ട്. സോ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുകിൽ ഇവിടുന്ന് പുഷ് ചെയ്യും, അതായത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പുഷ് ചെയ്യും. സോ ഈ രണ്ട് സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് രണ്ടും നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ദിസ് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ. ഓക്കെ, ഈ ലോയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലോ ആയിട്ട് വരിക. ദിസ് ലോ ഏകദേശം ഈ ലോ 23,427 ഈ ക്യാൻഡിൽ ലോ, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലോ. സോ ദിസ് ഇസ് ദ ഇൻസൈഡ് ബാർ. സോ ഇത് ഒരു ഫുള്ളായി ഓർഡർ ബ്ലോക്കായിട്ട് വരും. സോ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു പ്രീവിയസ് വീക്ക് ലോയിലോട്ട് മാർക്കറ്റ് വീഴുന്ന കാണാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്നൊക്കെ നമുക്കൊരു ഷോർട്ട് ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ്സ് 23,560, 23,500 ആൻഡ് ഈ ഒരു ലെവലിലൊക്കെ നിങ്ങൾ ഷോർട്ട് ട്രേഡ് പ്ലാൻ ചെയ്ത് ചെറിയ ട്രേഡ് പ്ലാൻ ചെയ്ത് നിങ്ങൾ എടുക്കാം. കാരണം ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് റിജക്ഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റിജക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. കാരണം ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഷാർപ്പ് സെല്ലിംഗ് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ്, അതേ മൂവ്മെൻറ്റ് മാർക്കറ്റ് വീണ്ടും ഇവിടെ നടത്തും. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു റീറ്റെയിലർ ബയ്യറിന് ബൈങ് കിട്ടാത്ത രൂപത്തിൽ മാർക്കറ്റ് പെട്ടെന്ന് കയറി മുകളിലോട്ട് പോകും. സോ ഈ ഒരു ലോ നിങ്ങൾ ഇവിടുന്നൊരു ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് റിയാക്ഷൻ മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ, ഒരു ഡൈവർജൻസ് അങ്ങനെ വാട്ടെവർ യുവർ ട്രേഡിംഗ് സ്റ്റൈൽ എന്ത് കാണുകയാണെങ്കിലും ഈ ലോന്ന് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ബൈ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതല്ല മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ 24,427 ഈ ക്യാൻഡിലെ ലോ, ഈ റെഡ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാൻ കം അപ്പ് ടു 23,620
2261 ബിലോ, അതിൻ്റെ താഴെ അത് ബ്രേക്ക് ചെയ്താൽ 23,150 ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് വീണ് പോകും. ഓക്കെ, സോ ഈ ലോ ആണ് നമ്മുടെ. സോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ മുകളിൽ എന്താണ് നമുക്ക് ബൈങ് തന്നെയാണുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഹയർ ലോ അല്ലെങ്കിൽ ലോ ഇതാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരത്തില്ല. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബുള്ളിഷാണ്. ഓക്കെ, സ്ട്രക്ചർ ബുള്ളിഷാണ്. കാരണം ഈ ഹൈയുടെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഹൈയുടെ മുകളിലാണ്. ഈ ഹൈയുടെ ലോസും ഈ ഹൈയുടെ ലോ ഇതായിരുന്നു, അല്ലെങ്കിൽ ഈ ഹൈയുടെ ലോ ഇതാണ്. ഓക്കെ, സോ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോസിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരത്തില്ല. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആയിരിക്കും വളരെ കൂടുതലുണ്ടാകുന്നത്. സോ നിങ്ങൾ നോക്കുക, അപ്പം താഴെ നിന്ന് തന്നെ ബൈ ചെയ്യാൻ നോക്കുക. ഒരിക്കലും ബ്രേക്ക് ഔട്ട് ട്രേഡ് ഐ എം നോട്ട് പ്രിഫറിങ്. ഒരു ലോയിൽ നിന്ന് തന്നെ ബൈ എടുത്തിട്ട് മാർക്കറ്റിനെ മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഫിജി ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ, ഈ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ വരുമ്പം ദിസ് വാസ് അവർ ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ. ഓക്കെ, ദിസ് ഈസ് അവർ ഫിബ് റിട്രേസ്മെൻറ്റ് സോൺ. സോ അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. സോ ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റിനെ ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ കൊണ്ടുപോയ പോലെ. ഓക്കെ, സോ അപ്പം ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലോയുടെ താഴെയാണ് ഷാർപ്പ് സെല്ലിംഗ്. ഇതാണ് ബൈ ഓൺ ദ ഡിപ്പ്. ആ ഒരു സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. ബൈ ഓൺ ദ ഡിപ്പ്, താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, സോ മൺഡേ മാർക്കറ്റിന് കുറച്ച് പോസിറ്റീവ് ന്യൂസൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ആൻഡ് മാർക്കറ്റിൽ ലാസ്റ്റ് ഡേയിൽ ഐ തിങ്ക് ഗ്രൂപ്പിലിട്ടിരുന്നു നമ്മുടെ ഒരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ബൈയിങ് നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു FASൻ്റെ. ഓക്കെ, ഫോർ സ്വിങ് ഐ തിങ്ക് ബൽറാംപൂർ ചീനി ലിമിറ്റഡ്. ഓക്കെ, this was our last week swing stock. So this stock is still here for buying. ഇത് ഇപ്പോഴും ഒരു ബൈയിങ് റേഞ്ചിലാണുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ആഡ് യുവർ വാച്ച് ലിസ്റ്റ് ഫോർ എ സ്വിങ് ട്രേഡ് ബൽറാംപൂർ ചീനി മിൽസ് ലിമിറ്റഡ്. സോ ഇതിനെ നിങ്ങൾ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഇപ്പോഴും ഇതിനെ ബൈ ചെയ്യാം. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് ഇവിടുന്ന് ഒരു സ്ട്രോങ് ബൈയിങ് മാർക്കറ്റിൽ കാണാൻ കഴിയും. സോ ഈ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു ഹൈസ് വരെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഒരു സ്വിങ് ട്രേഡിന് വേണ്ടിയിട്ട് ഒരു 1-2 വീക്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിങ് ട്രേഡിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചറും ആൻഡ് ഇതിൻ്റെ വോളിയം ഒക്കെ നല്ല രീതിയിലാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് കണ്ടിന്യൂസ് ബൈയിങ് ആണുള്ളത്. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ ആഡ് യുവർ വാച്ച് ലിസ്റ്റ് ഫോർ എ സ്വിങ് ട്രേഡ്. ഓക്കെ, സോ നിഫ്റ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിഫ്റ്റി, സോ ബാക്ക് ടു നിഫ്റ്റി. സോ ഈ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.